അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യം DYFകാരൻ്റെ ഒരു പ്രസ്താവന കേൾക്കാതായിരുന്നു. ഇത്തരത്തിലുള്ള മുസ്ലിം മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ മതനിരപേക്ഷ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ ശ്രദ്ധിക്കണം. ഇതിൽ സർക്കാർ ഇടപെടണം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ഇടപെടണം എന്നുള്ളതാണ് DYFക്ക് പറയാനുള്ളത്. DYFI ഉൾപ്പെടെ ഇപ്പോൾ ഇന്നലെ DYFയുടെ കടവല്ലൂർ മേഖലാ സെക്രട്ടറി ഹസൻ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ DYFയുടെ നേതൃത്വത്തിൽ അവിടെ മാർച്ച് സ്കൂളിലേക്ക് സമരം നടത്തുന്നുണ്ട്. ആ അധ്യാപികയെ പുറത്താക്കാനും ഇത്തരത്തിലുള്ള മൗദൂദി ചിന്തകൾ ഉയർത്തിപ്പിടിക്കുന്ന അധ്യാപകരെ കുട്ടികളെ പഠിപ്പിക്കാൻ അവരെ അധ്യാപക വൃത്തിയിൽ നിന്ന് അവിടെ നിന്ന് ഒഴിവാക്കണം. ഇത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ശബ്ദവും ആശയവുമായി കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന ഈ വിഭജന ചിന്തകൾ, വിഭാഗീയ ചിന്തകൾ, പ്രത്യേകിച്ച് ഓണത്തെ ഉൾപ്പെടെ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള അധ്യാപകരെ ഈ ജോലിയിൽ നിന്ന് തിരിച്ചുവിടണം. ഒരു ഇസ്ലാമിക സന്ദേശം അത് മുസ്ലിങ്ങളോടാണ് ആ ടീച്ചർ ആ വിഷയം പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ മറ്റുള്ള മതസ്ഥരോട് നിങ്ങൾ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്നോ മറ്റ് മതസ്ഥരുടെ ആഘോഷമായതുകൊണ്ട് ആ ആഘോഷം ഇവിടെ നടത്താൻ പാടില്ല എന്നോ അങ്ങനെ ഒരു പ്രസ്താവനയും എന്ത് ചെയ്തിട്ടില്ല, ടീച്ചറുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഒരു മതത്തെയും ഹൈന്ദവ മതത്തെ ആക്ഷേപിച്ചിട്ടില്ല, അതിനെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല. നിയമപരമായിട്ട് നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യം എന്നുള്ള നിലക്ക് അതിനെ ലംഘിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടനയെ ലംഘിക്കുന്ന ഒരു വിഷയാവതരണവും ടീച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് DYFക്കാരാ നിങ്ങൾക്ക് കേസെടുക്കാൻ സ്കോപ്പുള്ളൂ. നിങ്ങൾക്ക് കേസെടുക്കേണ്ട എന്തെല്ലാം വിഷയങ്ങൾ ഇതിൻ്റെ മുമ്പുണ്ടായിരുന്നു. നമ്മുടെ ശശികല ടീച്ചറല്ലേ, സ്കൂളിലെ ഷെഫൊന്നുമല്ലല്ലോ, കഞ്ഞി വെപ്പൊന്നുമല്ലല്ലോ, ഒരു അധ്യാപിക തന്നെയല്ലേ. ഇതേപോലെ കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ഒരു ടീച്ചർ തന്നെയല്ലേ ശശികല. ഞാൻ വീഡിയോസ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നില്ല. എന്തെല്ലാം ലോകത്ത് വർഗീയത പറഞ്ഞു. ഒരു നിലക്കും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തെ ലംഘിച്ചുകൊണ്ട്, ജനാധിപത്യത്തെ ലംഘിച്ചുകൊണ്ട്, ഭരണഘടനയെ തള്ളി പറഞ്ഞുകൊണ്ട് എന്തെല്ലാം വർഗീയ വിഷം തുപ്പി. നിങ്ങൾ DYFക്കാർ, ഞാൻ അറിയാൻ വയ്യാത്തോട് ചോദിക്കുക, നിങ്ങൾ ഏത് കോണകത്തിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ? ഈ നട്ടെല്ല് വാഴപ്പിണ്ടി വെക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ നട്ടെല്ല് കോണകത്തിൻ്റെ ഉള്ളിൽ കൊണ്ട് വയ്ക്കുക എന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കുക. PC ജോർജ് എന്തെല്ലാം വർഗീയ വിഷയം തുപ്പി, എന്തെല്ലാം വർഗീയത പറഞ്ഞു നടന്നു. ഇതിലൊന്നും നിങ്ങൾ ഉണർവ് കാണിക്കാണ്ട് ഒരു മുസ്ലിമായിട്ടുള്ള ഒരു ടീച്ചറിൻ്റെ ഇസ്ലാമിക സന്ദേശത്തിൽ നിങ്ങൾ ഈ ചാടി എണീറ്റത് വീരത്വരായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക്? പോഴത്തരായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക്? ആദ്യം മനസ്സിലാക്കേണ്ടത്, ഓണം എന്നുള്ളത് അത് ഹൈന്ദവ മതത്തിൻ്റെ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് അവരുടെ പൂജാകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആഘോഷമാണ് എന്നുള്ളത് ഹൈന്ദവ മതത്തിൻ്റെ പണ്ഡിതന്മാരത് അവകാശപ്പെട്ടിട്ടുണ്ട്. ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ? ചിങ്ങമാസത്തിലെ തിരുവോണ നക്ഷത്രത്തില് അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തമുണ്ട്, വിശിഷ്ട മുഹൂർത്ത. ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത്. അപ്പോൾ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്? ഓണായിട്ട്. അന്ന് വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച് പൂജ കഴിച്ച് ആരാധിക്കില്ലേ? മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്താ അരിമാവുകൊണ്ട്, ചാണകം മെഴുകിയിട്ട് അരിമാവുകൊണ്ട് അണിഞ്ഞിട്ട് പലകയിട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്, സാധാരണ മണ്ണോണ്ടാണ് പതിവ്. മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക. എന്താ പേര്? ഗുരുവായൂരപ്പനോ തൃച്ചംബരത്തപ്പൻ ഒന്നും പറയില്ല. എന്താ പറയുക? തൃക്കാക്കരയപ്പൻ. ആരേ തൃക്കാക്കരയപ്പൻ? ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാലേ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ്. ഈ വാമനാവതാരമൂർത്തിയുടെ പുറപ്പാടുണ്ടാവാൻ കാരണക്കാരനായി ഉപാസിച്ചത് ആരാണ്? ബലി മഹാരാജാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കും. ഇതാണ് ഓണത്തിന്റെ പ്രത്യേകത. ഇപ്പം അതിൻ്റെ അപ്പുറത്തേക്ക് അത് ഹൈന്ദവ മതത്തിൻ്റെ ആഘോഷമാണ് എന്ന് തെളിയിക്കുക. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വേറെ തെളിവൊന്നും വേണ്ട. എന്തേ ഈ ടീച്ചറുടെ സന്ദേശത്തിൽ ഒരു ഹൈന്ദവ മതവിശ്വാസിയായിട്ടുള്ള ഒരാളും രംഗത്ത് വന്നിട്ടില്ലല്ലോ? രംഗത്ത് വന്നോ? എന്താ കാരണം? അവർക്ക് ഹൈന്ദവ മതത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നറിയാം. മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താണെന്ന് ഭൂരിഭാഗം ഹൈന്ദവ സുഹൃത്തുക്കൾക്കും അറിയാം. എന്താണ് ഇന്ത്യ, എന്താണ് ജനാധിപത്യം, എന്താണ് ഭരണഘടന, ഇതൊക്കെ അറിയുന്ന ഒരാളുകളായിരിക്കണം ഓരോരോ മതവിശ്വാസികളും. അല്ലാണ്ട് ഈ DYFയെ പോലെ നിരീശ്വരവാദം തലക്കടിച്ച് കയറ്റിയിട്ട് മതവുമില്ല ഒരു പുണ്ണാക്കുമില്ല എന്നും പറഞ്ഞു നിൽക്കുന്ന ആളുകൾ ഈ മതത്തിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അതിൽ കയറി ഇടപെടാനുള്ള സ്കോപ്പൊന്നും എന്തില്ല,
DYFIക്കാർക്കില്ല. ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അത് അടിസ്ഥാനരഹിതമായിരിക്കണം. അല്ലാത്ത കാര്യത്തിൽ എന്ത് ചെയ്യരുത്? തോട്ടിയും പിടിച്ചിട്ട് ഇങ്ങനെ രംഗത്തിറങ്ങരുത്. ഈ വിഷയത്തിൽ DYFIയുടേത് കപടമുഖമാണ്. വെറും കപടമുഖമാണ് DYFI ഈ ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഇന്ത്യ എന്നത് ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്ക് അതിൽ യോജിക്കാനും വിയോജിക്കാനും അവകാശമുണ്ട്. ഭരണഘടന എന്ത് നൽകുന്നുണ്ട്? അനുവാദം നൽകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? DYFIക്കാരാ, ഇന്ത്യ എന്താണെന്ന് അറിയില്ലെങ്കിൽ ആദ്യം പോയി പഠിക്കണം. ജനാധിപത്യം എന്താണെന്ന് അറിയുന്നില്ലെങ്കിൽ ആദ്യം പോയിട്ട് പഠിക്കണം. രാഷ്ട്രീയം അത് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? പോയി പഠിക്കുക തന്നെ വേണം. ഇവിടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗത്തോട് ചേരുകയാണ് DYFIയുടെ നിലപാട് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അതല്ല ജനാധിപത്യം. ഇവിടെ ടീച്ചറിൻ്റെ സന്ദേശം എന്നുള്ളത് അത് ഇസ്ലാമിക വിശ്വാസമായ ആ വിശ്വാസത്തിൽ അടിവരയിട്ട് വിശ്വസിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകളോട് മാത്രമാണ് ആ വിഷയം പറഞ്ഞിട്ടുള്ളത്. അതിന് മറ്റുള്ള ഒരു മതസ്ഥർക്കും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും എന്ത് ചെയ്യേണ്ടതില്ല? അതൊരു കുരുവ് പൊട്ടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പൊട്ടാനുള്ള കുരുവൊക്കെ മുമ്പ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും ഉണർവ് കാണിക്കാതെ ഒരു ടീച്ചറിൻ്റെ വിഷയത്തിൽ ചാടി എണീറ്റത് ഈ നട്ടെല്ല് വാഴപ്പിണ്ടിയാക്കുക എന്ന് പറയുന്നതിനെ. അതുകൊണ്ട് DYFIയുടേത് കപട മതേതരത്വം തന്നെയാണ്. ഒരു തർക്കമില്ല അതിൽ. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷത്തോട് ചേരുക എന്നുള്ളത് അതാണ് വർഗീയത. കേവലം ഇനിയിപ്പോൾ ജനാധിപത്യം എന്തെന്നറിയില്ല, പോട്ടെ. മതേതരത്വം എന്തെന്നറിയില്ല, പോട്ടെ. ഭരണഘടന അതും അറിയില്ല, പോട്ടെ. വിവരക്കേട് കൊണ്ടൊരു പരാതി കൊടുത്തു. കേവലം ഒരു പോലീസിനെ വിട്ടിട്ട് അന്വേഷിക്കേണ്ട ഒരു കേസ്, ഒരു വിഷയം ഇത് ഇത്രയ്ക്ക് ആളിക്കത്തി പടരണമെങ്കിൽ എന്തു വേണം? അതിൻ്റെ പിന്നിൽ ഇസ്ലാമിക വിരുദ്ധതയുള്ള ആളുകളുടെ പ്രവർത്തനം ഉണ്ടായിരിക്കണം എന്നുള്ളത് വ്യക്തമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ വിഷയത്തെയൊക്കെ വീക്ഷിക്കുന്ന നമ്മുടെ കേരളം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയൻ, അങ്ങോട്ട് പറയാനുള്ളത്, അങ്ങ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ അങ്ങ് എന്ത് ചെയ്യരുത്? കോണകത്തിൻ്റെ മുഖ്യമന്ത്രി ആവരുത് സാർ. അത് അങ്ങേക്ക് തന്നെ മോശമാണത്. അത് അങ്ങയുടെ പേരിനും പ്രശസ്തിക്കും കോട്ടം സംഭവിക്കുന്ന വിഷയമാണത്. നിലപാടിൻ്റെ കാര്യത്തിൽ അത് ഇന്ത്യയുടെ ജനാധിപത്യം എന്താണോ, ഭരണഘടന എന്തൊക്കെയാണോ ലംഘിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ പഠിച്ച് വസ്തുതാപരമായിട്ട് നല്ല രീതിയിൽ തീരുമാനമെടുക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്നാണ് ഈ വിഷയത്തോട് എനിക്ക് പറയാനുള്ളത്.